എന്റെ ടീം അത്ര ഫോമിലല്ല, അതുകൊണ്ട് എനിക്ക് എന്റെ സ്വന്തം ടീമിനെ പറയാൻ പറ്റൂല. എല്ലാരും കൂടാ നീ ചെൽസി പറയാത്ത ചാമ്പ്യൻസ് ലീഗ് ഇല്ലാതെ സോറിയാടാ. എംബാപ്പെ വന്നിരുന്ന ലോകം കീഴടക്കും എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പൊ 3 കളി തോറ്റിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്കാസ്റ്റ്. അങ്ങനെ നമ്മുടെ 2024 ചാമ്പ്യൻസ് ലീഗിലെ മാച്ചസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് തുടങ്ങാം. ഏതാണ് ബെസ്റ്റ് ടീം, ഏതാണ് ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് 11, ഇതെല്ലാം സംസാരിച്ചുകൊണ്ടുള്ള പോഡ്കാസ്റ്റ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ ഇന്ന് ഏറ്റവും ഇത്ര നാളത്തെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണെന്നുള്ളത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമുക്ക് മുസ്താഖിൽ നിന്ന് തുടങ്ങാം. ഞാൻ പറയാനുള്ള നീ തന്നെ പറ, നിന്റെ ടീമല്ലേ കത്തി നിൽക്കണ. ഓബിയസ്ലി എൻ്റെ ടീം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ബാഴ്സലോണ ആയിരിക്കും. കാരണം കളിച്ച 5 കളിയും ജയിച്ചു. പിന്നെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമായിട്ടുള്ള ഒരു കടം ഉണ്ടായിരുന്നു. ബയറിനെ 4-0 തോൽപ്പിച്ച്. പിന്നെ ഇന്നലെ കളിയുണ്ടായി ഡോട്ട്മുണ്ടായിട്ട്. ഡോട്ട്മുണ്ട് ഹോമിൽ പോയി 3-2 തോൽപ്പിച്ചു. പിന്നെ പ്ലേയേഴ്സ് എല്ലാം നല്ല ഫോമിലാണ്. ഈ ലീഗിൽ കുറച്ച് കളി ലോസ് ഒക്കെ വന്നിരുന്നു, ബട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഫോമിലാണ്. ബട്ട് സ്റ്റിൽ ചാമ്പ്യൻസ് ലീഗിൽ നല്ല ഫോമിലാണ്. സോ ബാഴ്സലോണ. ലിവർപൂൾ പറയേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ടോപ്പ് ഓഫ് ദ ടേബിൾ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും പ്രീമിയർ ലീഗ് ആണെങ്കിലും ടോപ്പ് ഫോമിലാണ് ലിവർപൂൾ നിൽക്കുന്നത്. ലിവർപൂളിൻ്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ കപ്പടിച്ച ടീമിനെക്കാളും നല്ല ഫോമിലാണെന്നാണ് എൻ്റെ അഭിപ്രായം ലിവർപൂളിനെ കുറിച്ച്. ലിവർപൂളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബാക്കിയുള്ള ടീംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിവർപൂളിൻ്റെ ഫിക്സ്റ്റേഴ്സ് മൊത്തം ടൈറ്റ് ഫിക്സ്റ്റേഴ്സ് ആയിരുന്നു. AC മിലാൻ, റയൽ, ലെവർകൂസൻ, ജിറോണ ആണെങ്കിൽ പോലും. സോ പക്ഷേ ഇവരെല്ലാവരെയും ലിവർപൂൾ പഠിച്ച് സീസൺ തുടങ്ങിയ സമയത്ത് നീ പ്രതീക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ സീസൺ തുടങ്ങിയ സമയത്ത് ലീഗിൽ പറഞ്ഞത് ടോപ്പ് 4 വരെ ലിവർപൂൾ ഉണ്ടാവില്ല. അർനെ സ്ലോട്ട് വന്നതിന് ശേഷം ഭയങ്കര നമ്മത്ര പ്രതീക്ഷിച്ചില്ലെങ്കിൽ അർനെ സ്ലോട്ട് എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ പോരാ, അതിലും മുകളിലാണ്. സോ നല്ല പെർഫോമൻസ് തന്നെ. പിന്നെ അവരുടെ സ്റ്റാർ പ്ലെയർ മോസല വൻ ഫോമിലാണ്. നീ പറയുന്നു? ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ടീം അത്ര ഫോമിലല്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം ടീമിനെ പറയാൻ പറ്റൂല. തിരിച്ചു വെക്കേണ്ടി വരും. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി എല്ലാവരും മനസ്സിലോട്ട് തന്നെ ഒരേ ഒരു ടീമേ ഉള്ളൂ, റയൽ മാഡ്രിഡ്. എന്താ പറയാ, കഴിഞ്ഞ സീസണിലുള്ള ട്രോഫി അടിച്ചതിന് ശേഷം അതേ സ്കോഡിലോട്ട് എംബാപ്പയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഓബിയസ്ലി എല്ലാവർക്കും ഹൈ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ടേബിളിൽ ആ ഒരു ടോപ്പ് 10 എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 3 ഉണ്ടാവേണ്ട സ്കോഡുള്ള ടീമാണ് റയൽ മാഡ്രിഡ്. പക്ഷേ ഇല്ല. അതേപോലെ തന്നെ വേറൊരു ടീമുണ്ട്, അത് നമുക്ക് അവസാനം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ എൻ്റെ ഇതിൽ ബെസ്റ്റ് ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ലിവർപൂൾ പറഞ്ഞു, ബാഴ്സലോണ പറഞ്ഞു. ലിവർപൂളും ബാഴ്സലോണയും വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമുകളാണ്. പക്ഷേ ബിഗ് ടീംസ് വർഷങ്ങൾക്ക് ശേഷമാണ് അവരൊന്ന് ഫോമിലോട്ട് വന്നേക്കണം ചാമ്പ്യൻസ് ലീഗിൽ. എൻ്റെ ഒരു ഇതിൽ ബയൺ ലെവർകൂസൻ വർഷങ്ങൾക്ക് ശേഷമാണ് അവരാദ്യമായിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത്. കഴിഞ്ഞ സീസൺ ബുണ്ടസ് ലീഗയിൽ അൺബീറ്റൺ ആയിട്ട് എന്താ പറയുക ആ ചാമ്പ്യൻഷിപ്പ് അടിച്ചു കഴിഞ്ഞപ്പോൾ പോലും ആൾക്കാർക്ക് എല്ലാവർക്കും ഓബിയസ്ലി ഡൗട്ട് ഉണ്ടായി ബയൺ ലെവർകൂസന് അതേപോലെ തന്നെ സീസണിൽ പിന്നെയും പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ബുണ്ടസ് ലീഗിൽ ഈ സീസൺ വന്നതിന് അത്ര പെർഫോമൻസ് ഇല്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലോട്ട് വന്നപ്പോൾ എന്താ പറയുക, വളരെ അടിപൊളിയായിട്ടാണ് ലെവർകൂസൻ പെർഫോം ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ വ്യക്തിപരമായിട്ട്. ലെവർകൂസൻ്റെ ഫിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാലും മാച്ചസ് എടുത്തു കഴിഞ്ഞാലും ലെവർകൂസൻ ആ പാടെ ഒരേ ഒരൊറ്റ മാച്ച് തോറ്റിട്ടുള്ളൂ. അത് തോറ്റതാണെങ്കിൽ ലിവർപൂളായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ അത്ഭുതം കിട്ടുന്നുള്ളൂ. തോറ്റത് 4 വിഷയത്തിന് ലിവർപൂളായിട്ട് തോറ്റെങ്കിലും ബാക്കിയുള്ള ടീംസിനെ വെച്ച് സ്കോഡ് സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാഴ്സയും ലിവർപൂളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സ്കോഡൊന്നും ഇല്ല ലെവർകൂസന്. ആ പാടെ ഒരു 3-4 പ്ലേയേഴ്സിൻ്റെ ബലത്തിന് സാബിലൻസ് എന്ന് പറഞ്ഞ കോച്ചിൻ്റെ കീഴിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത്. എന്നിട്ട് പോലും ആ ഒരു പുതിയ ഫോർമാറ്റ് ചാമ്പ്യൻസ് ലീഗിൽ അവർ 4th നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു സാബിലൻസോ. സോ മൈ പിക്ക് ഓഫ് ദ ടീം ഫോർ നമ്മുടെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ടീം ഏതെന്ന് വെച്ചാൽ ലെവർകൂസൻ ഞാൻ പറയുള്ളൂ. ഞാൻ കണ്ട ഇപ്പോൾ ടേബിൾ നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണ്, റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിരിക്കുന്ന ടീമിൽ
കൊറേ ചെറിയ ചെറിയ ടീംസ് ഉണ്ട്, പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിച്ച ടീംസ് ഇല്ല. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ഡീപ്പായിട്ട് വരാം. ഇനിയിപ്പോ അടുത്തത് ബെസ്റ്റ് പ്ലെയറിലോട്ട് പോകണോ ആശിക്കുക, അതോ ബെസ്റ്റ് ഗോളി, ബെസ്റ്റ് CB അങ്ങനെ പോകണോ? ബെസ്റ്റ് പ്ലെയറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എന്റെ ഇതിലിപ്പോ ബെസ്റ്റ് പ്ലെയർ ഞാനിപ്പോ ടീം ഏതാന്ന് ചോദിച്ചപ്പോ ഞാൻ ലെവർകൂസൻ പറഞ്ഞു. അതേപോലെ തന്നെ എന്റെ ബെസ്റ്റ് പ്ലെയർ ഏതാന്ന് ചോദിച്ചാൽ ഒബിയസ്ലി അൺഡൗട്ടഡ് ആയിട്ട് ഞാൻ പറയും ഫ്ലോറിയൻ വേർഡ്സ് ആണെന്ന്. ഫ്ലോറിയൻ വേർഡ്സ് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ 4 മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ ഒരൊറ്റ പ്ലെയറേ ഉള്ളൂ, ഫ്ലോറിയൻ വേർഡ്സ് ആണ്. ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റഡ് ആയിക്കോട്ടെ, 5 ഗോളുണ്ട്, അസിസ്റ്റ് ഉണ്ട്, ഔട്ട്സൈഡ് ബോക്സ് ഗോൾ ഉണ്ട്. സോ ഫ്ലോറിയൻ വേർഡ്സ് എൻ്റെ ഒരു ഇതിൽ പേഴ്സണലി ഫ്ലോറിയൻ വേർഡ്സ് ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ് 2024 കലണ്ടർ വർഷം, ഈ വർഷത്തെ. നിങ്ങളുടെ ഞാൻ പറയണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്നല്ല, ഇപ്പോ ആക്റ്റീവായിട്ട് ഫുട്ബോൾ കളിക്കണതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മോസലായിരിക്കും. സ്വാഭാവികം. എന്താണ് അല്ല പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ഓബിയസ്ലി ടീം പറഞ്ഞപ്പോ ലിവർപൂളാ പറഞ്ഞത്, പിന്നെ പ്രതീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ സല ഇപ്പോ ക്ലബ് ലെജൻഡാണ്. ഞാൻ വലിയൊരു ലിവർപൂൾ ഫാനൊന്നുമില്ല, പക്ഷെ സല ഇപ്പോ അവരുടെ ഏറ്റവും ഹിസ്റ്ററി വെച്ച് നോക്കിയാലും മോഡേൺ ഡേ ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. ഇനിയിപ്പോ ഈ അടുത്തൊന്നും നിർത്തണമെന്ന് ഒരു സൈനൊന്നും കാണിക്കണില്ല, സ്ലോയിങ് ഡൗൺ ആവണില്ല. ഇതിപ്പോ എത്ര വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സല അവരുടെ ഒരു ടോപ്പ് 3 പ്ലെയേഴ്സിൽ വരും. ടോപ്പ് 3 ഗ്രേറ്റസ്റ്റ് ഓഫ് പ്ലെയേഴ്സിൽ ഒരു പ്ലെയർ ആണ് സല. ഈ ക്ലോപ്പ് പോയ സമയത്ത് സല വാൻഡേക്കൊക്കെ പോകുന്നുള്ളൊരു സൂചന തന്നില്ലായിരുന്നു. ഉണ്ട് ഇപ്പോഴും. പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത സീസണോട് കൂടി വാൻഡേക്കിന്റെ കോൺട്രാക്ട് തീർന്നു, സലയുടെ കോൺട്രാക്ട് തീർന്നു, അർണോൾഡിന്റെ കോൺട്രാക്ട് തീർന്നു. പക്ഷെ ഇത്രയും നല്ല ഫോമിൽ ആരും പ്രതീക്ഷിക്കേണ്ട കളിക്കുമ്പോൾ അവർ പോകാൻ ചാൻസ് ഉണ്ടോ? കോൺട്രാക്ട് കൊടുക്കണവരിക്കും. ഇപ്പോ പ്ലെയർ ഓബിയസ്ലി ഇത്രയും ഫോമിൽ നിൽക്കണേണ്, അപ്പൊ അവര് പറയുന്ന ഡിമാൻഡിൽ കോൺട്രാക്ട് കൊടുക്കണ്ടേ. ലിവർപൂൾ നോക്കുമ്പോൾ ഏജ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, യങ് അല്ല. അപ്പൊ ഇത്രയും വലിയ കോൺട്രാക്ട് കൊടുത്തിട്ട് ഇവര് ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റെയിലിൽ നിന്ന് പോയത് മറ്റേ സാലറിയുടെ പ്രശ്നം കാരണമായിരുന്നു. ഏജ് ഉണ്ടായി പക്ഷെ ഫോമിലായിരുന്നു. സാലറി മെസ്സിക്ക് കൊടുക്കുന്ന സാലറി ക്രിസ്ത്യാനോ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മെയിൻ സംഭവം തന്നെ. യുവന്റസിൽ പോയി, റെയിൽ വിട്ട്. അതേപോലെ ലിവർപൂൾ ഇപ്പൊ പറഞ്ഞ പോലെ സലേനെ കൊത്താനായിട്ട് ഒരു ടീം നോക്കി നിൽക്കണേണ്. അല്ല PSG സലേനെ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണേണ്. പക്ഷെ അത് നോക്കുമ്പോ PSG വന്ന് പിന്നെ ഉള്ളതില്ലാതെ കണക്കാ PSG എന്ന് പറഞ്ഞ. നിന്റെ ബെസ്റ്റ് പ്ലെയർ പറയാ? എന്റെ ബെസ്റ്റ് പ്ലെയർ മെസ്സി അല്ലേ? ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ലെവർകൂസൻ എന്ന് പറഞ്ഞ് നീ ലിവർപൂൾ എന്ന് പറഞ്ഞ് അവൻ ടീം ബാഴ്സ പറഞ്ഞേക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ബാഴ്സലോണ പ്ലെയർ ആയിരിക്കും. അത് കാരണം ഞാൻ പറഞ്ഞ അൺബീറ്റനിൽ 5 മാച്ച് കളിച്ചു, ജയിച്ചു. പിന്നെ ആളുടെ പേര് പറഞ്ഞേക്കാൻ മുമ്പ് കഴിഞ്ഞ സീസൺ വരെ ആ പ്ലെയറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വിൽക്കണോ, ലോണിന് കൊടുക്കണോ, അതോ ഇനി മുന്നോട്ട് വേണോ എന്നുള്ള അവസ്ഥയിൽ നിന്നൊരു പ്ലെയർ ആ പ്ലെയറിനെ ഈ സീസണിൽ ക്യാപ്റ്റൻസി കൊടുത്ത് ഇത്രയും ടോപ്പ് പെർഫോമൻസ് കാര്യമില്ല പറയുന്നത്. ബട്ട് ബാലൻഡിയോർ വരെ കമ്പയർ ചെയ്ത് ഇപ്പോൾ വിനീഷ്യസിനെതിരെ ട്രോൾസ് വന്നിട്ടുണ്ട്. കാരണം വിനീഷ്യസിനൊക്കെ 2 ഗോളാണ് കുറവുള്ളൂ. ആ ഒരു പ്ലെയറാണ് എൻ്റെ മാൻ ഓഫ് ദി മാച്ച്. അല്ല അതന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. അത് റഫീന. 6 ഗോള് 3 അസിസ്റ്റ്. ആ റഫീനയുടെ എനിക്ക് ഈ സീസണിൽ തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചാൻസ് കിട്ടിയാൽ മതി, കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരൊറ്റ ചാൻസ് കിട്ടിയാൽ അത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാനുള്ള സ്കില്ല് ഇത്തവണ റഫീനയ്ക്ക് ഉണ്ട്. അത്രയും ടോപ്പ് ഗോളുകളായിരുന്നു ഫിനിഷിങ് ചെയ്തത്. സോ റഫീന മൈ ബെസ്റ്റ് പ്ലെയർ. ഇപ്പോൾ വേർഡ്സ് റഫീന, സല. നിങ്ങൾക്ക് പറയാം ഇതിലേതാ നിങ്ങൾക്ക് തോന്നണേന്ന്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ പോലെ നാം ഈ പറയുന്നത് ഇതുവരെ ഉള്ളതാണ്. 2024 വരെയുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ ബെസ്റ്റ് പ്ലെയർ ആണ്, അല്ലാണ്ട് സീസൺ മൊത്തമായിട്ടുള്ളതല്ല. സീസൺ മൊത്തം കഴിഞ്ഞാലോ? അതെ, കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അടുത്ത അപ്പൊ ബെസ്റ്റ് ഗോൾ കീപ്പറിലോട്ട് പോകാലോ. അങ്ങോട്ട് തന്നെ തുടങ്ങാം. ആൽഡ്രിൻ പറ ബെസ്റ്റ് ഗോൾ കീപ്പർ നിനക്ക് തോന്നണ. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാ എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആർസണലിലെ റായ, ഡേവിഡ് റായ. നീ ലിവർപൂളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആർസണലിനെ പറഞ്ഞോണ്ട് ഞാൻ ഒന്നാമത് ചെൽസി ഫാനാണ്. എന്നിട്ട് ലിവർപൂൾ ബെസ്റ്റ് ടീം പറഞ്ഞു ആർസണലിൽ റായനെ മിക്കിയത് ഒരു അവസ്ഥ നോക്കിയ റായ അതെന്ന് വെച്ചാൽ ഒരു
4 ക്ലീൻ ഷീറ്റ് ഓൾറെഡി ഉണ്ട്, പെനാൽറ്റി സേവ് ചെയ്തിട്ടുണ്ട്. സോ എന്തുകൊണ്ടും ബെസ്റ്റ് പ്ലെയർ എന്നുള്ള ഒരു ടൈറ്റിൽ, ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള ഒരു ടൈറ്റിൽ അർഹരാണ് എനിക്ക് തോന്നുന്നു. ടെർ സ്റ്റേഗനില്ല, ഇനിയാക്കി പെന്നിയാണ് ഗോളിന്ന്. നീ പറയോ ബെസ്റ്റ് ഗോൾ കീപ്പർ? ഇല്ല, പറയൂല. ഓ ആസ്റ്റൺ വില്ല ടേബിളിൽ കൂടെ കിടക്കുന്നത്. ആസ്റ്റൺ വില്ല ടേബിളില് 6. ഓക്കെ, റയ പറഞ്ഞു എൻ്റെ ബെസ്റ്റ് ഗോൾ കീപ്പർ സോ ഫാർ എമി മാർട്ടീനസ്. റീസൺ ഫുള്ളി പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല, ഒരൊറ്റ കളി പറഞ്ഞാൽ മതി. ഒറ്റ കളി, ബയൺ വേഴ്സസ് ആസ്റ്റൺ വില്ല. ആ ഒരു ഒറ്റ കളിയിലെ സേവ് കണ്ടാൽ മതി പറയാൻ. അമ്മാതിരി സേവുകളായിരുന്നു. 1-0 ജയിച്ചത്. ആ ഒരു ഒറ്റ കളി, ഇല്ല 1-0. ആ ഒരു ഒറ്റ കളി ജയിക്കാനുള്ള കാരണം മതി. പിന്നെ നോക്കുകയാണെങ്കിൽ 4 ക്ലീൻ ഷീറ്റ്, 4 പിന്നെ 4 ക്ലീൻ ഷീറ്റ് 28 ഷോട്ട് സേവ്. അടിപൊളി. ആ ഒരു ടീം വെച്ചിട്ട് പെർഫോമിങ് ടോപ്പായിരുന്നു. സോ എമി മാർട്ടിനസ്. ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞതുപോലെ പറയണോന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയൂല. എനിക്ക് ഓക്കെ, ഇഷ്ടമില്ല, സമ്മതിച്ചു. ബയേണായിട്ടുള്ള മാച്ച് എങ്ങനെയുണ്ട്? അംഗീകരിക്കുന്നു, 100% അംഗീകരിക്കുന്നു. ടോപ്പ് ക്ലാസ് പെർഫോമൻസ് അല്ലായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. ആ കളി ആസ്റ്റൺ വില്ല ജയിച്ച് ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെയാണ്, ഇല്ലാന്ന് ഒരിക്കലും പറയൂല. മാർട്ടിനസ് ഹേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. അല്ല, ഈ സീസണിൽ ആസ്റ്റൺ വില്ല ആ ഒരു ടേബിൾ പൊസിഷനിൽ നിൽക്കണേന് അതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് എമി മാർട്ടിനസ്, പിന്നെ വേറൊരു പ്ലെയർ, അത് പിന്നെ പറയാം. ഓക്കെ, എന്റെ ഗോൾ കീപ്പർ ആരാന്ന് ചോദിച്ചാൽ കോർട്ടോ പറയാൻ പറ്റൂല എനിക്ക്. റെയിലാ ടേബിൾ അത്രയും സ്ഥാനത്ത് കിടക്കണമുണ്ട്. ഇപ്പോൾ നീ എമി മാർട്ടിനസ് പറഞ്ഞ്, അവൻ ഡേവിഡ് റായ പറഞ്ഞ്, ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വേറൊരു ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഇന്ററിന്റെ യാൻ സോമറാണ്. അത് പക്ഷേ ഇന്ററിന്റെ ബാക്ക് അത്രക്കും അടിപൊളി ആയതുകൊണ്ടും അത്രക്കും ക്ലീൻ ഷീറ്റുകൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന പ്ലെയർ മൈക്ക് മെഗ്നാനാണ്. AC മിലാൻ്റെ ടേബിളിൽ അവർ അത്ര നല്ല പൊസിഷനിലൊന്നും അല്ല, എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോമിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. AC മിലാൻ്റെ ഡിഫൻസ് എന്താ പറയാ, കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്കാണ് ബാക്കിയുള്ള ഇപ്പൊ ആസ്റ്റൺ വില്ല പോലെ തന്നെയാണ്. എന്നിട്ടും ഗോൾക്ക് 32 ഷോട്ട് മാത്രം മെഗ്നാൻ സേവ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഷീറ്റും ഉണ്ട്. പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടിയ ഒരേ ഒരു ഗോൾ കീപ്പർ നമ്മിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ മൈക്ക് മെഗ്നാനാണ്. അപ്പോൾ ഒബിയസ്ലി എനിക്ക് മെഗ്നാനെ പറഞ്ഞേ വരുള്ളൂ. ഫിക്സ്ചറും കുറച്ചും കൂടി AC മിലാൻ ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നിട്ട് പോലും മെഗ്നാൻ AC മിലാൻ്റെ ആ ഒരു മെയിൻ പില്ലറായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഫോർ മീ മൈക്ക് മെഗ്നാൻ. ഡേവിഡ് റായ, എമി മാർട്ടിനസ്, മൈക്ക് മെഗ്നാൻ. അടുത്തത് CB. നീ എന്നോട് CB എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ CB മാത്രമാണ് പ്രിഫർ ചെയ്യണത്, അതോ LB, RB? റൈറ്റ് ബാക്ക്, ഡിഫൻഡർ വൈസ് ഞാനിപ്പോ എന്റെ ടീം ലെവർകൂസൻ ആണ്. ഈ സീസണിലെ ബെസ്റ്റ് ടീമാണ്. എന്റെ ടീം എന്നല്ല, എന്റെ ടീം റയലാണ്. ഓൾറെഡി ലെവർകൂസൻ ആണ് ബെസ്റ്റ് പ്ലെയർ, ഞാൻ വേർഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻഡറും എന്റെ ആ ടീമിൽ നിന്നേ വരുള്ളൂ. ഒന്ന് പോടാ, അപ്പൊ സലീബ് എപ്പോഴാണ് ലെവർകൂസനി കളിക്കാൻ തുടങ്ങി? അയ്യോ സോറി, ആർസണലി. ഓക്കെ, ഞാനിപ്പോ പറയാൻ പോണെന്ന് പറഞ്ഞാൽ ലെവർകൂസനിൽ നിന്നുള്ള ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് ആണ് അലക്സാൻഡ്രോ ഗ്രിമാൽഡോയുടെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ റിക്കവറീസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, അസിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം ബെസ്റ്റാണ്. 2 ഗോള്, 1 അസിസ്റ്റ്, 28 ബോൾ റിക്കവറി. സോ ഫോർ മീ ദ ബെസ്റ്റ് CB എന്ന് പറയാൻ, ഒരു ബെസ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതലും ഒരു മോഡേൺ ഡേ ഫുൾ ബാക്ക്, ഒരു അറ്റാക്കിംഗ് വിങ് ബാക്ക് എന്നുള്ള രീതിയിലാണ് ഗ്രിമാൽഡോ നിൽക്കണമെങ്കിലും കാറ്റഗറിയിൽ വരുമ്പോൾ ഡിഫൻഡർ കാറ്റഗറിയിലായിരിക്കും ഗ്രിമാൽഡോ തന്നെ. അതുകൊണ്ട് ലെവർകൂസനെ പോലത്തെ ഒരു ടീമിൽ നിന്ന് അത്രയും സീസണിലോട്ട് അവിടെ എത്തിക്കാനാണ് വേർഡ്സും സാവലൻസും വഹിച്ച അതേ പങ്ക് ഗ്രിമാൽഡോയും പങ്കുവച്ചിട്ടുണ്ട്. സോ ഫോർ മീ ദ ബെസ്റ്റ് ഡിഫൻഡർ ഗ്രിമാൽഡോ. ഓക്കെ, എനിക്ക് അടുത്തതും ആസ് യൂഷ്വൽ ബാഴ്സ തന്നെയാണ്. ഇനീഗോ മാർട്ടിനസ് 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു കളി മാൻ ഓഫ് ദി മാച്ചാണ്. പിന്നെ അസിസ്റ്റ് ഉണ്ട്. പിന്നെന്താ പറയാ, ക്ലീൻ ഷീറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയാ, കുറെ കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ഒന്നുമല്ല, പുതിയ അക്കാഡമിയിൽ നിന്ന് വന്ന പുതിയ പ്ലെയറാണ്. സോ അതിനനുസരിച്ച് അടിപൊളി കളിക്കുന്നുണ്ട്. പിന്നെ മേ ബി ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ക്യാപ്റ്റൻ ആവാനുള്ളൊരു ഫ്യൂച്ചർ പ്ലെയർ ആണ്. ക്യാപ്റ്റൻ മെറ്റീരിയൽ ഉണ്ട്. ക്യാപ്റ്റൻ മെറ്റീരിയൽ ഉണ്ട്. ചെറുതായിട്ട് സെർജിയോ റാമോസിന് എവിടേക്ക് ഒരു കട്ടുണ്ട്. അതാ പറഞ്ഞ ചെറുതായിട്ടൊന്ന്, കുറച്ച് 2 കൊല്ലമായിട്ടുള്ളൂ. റാമോസ് എത്ര കൊല്ലം കളിച്ച്? അതൊക്കെ പക്ഷെ റാമോസിന്റെ ഒരു ചെറിയ സംഭവത്തിന് ഞാൻ കണ്ട്. എന്ത് റയലിൽ സ്വഭാവം ഞാൻ കളി കണ്ടിട്ടാ പറഞ്ഞത്. സ്വഭാവം ലിവർപൂൾ ആയിട്ടുള്ള കളി കണ്ടപ്പോ
കറക്റ്റ് റാമോസ് ഞാനും കണ്ടേന്ന് കുറെ ട്രോള്. ഭയങ്കര അഗ്രസീവ് ആയിട്ട് പയ്യൻ 6 വയസ്സുള്ളൂ എന്തെങ്കിലും. സോ എന്റെ CB ഇനിഗോ മാർട്ടിനസ്. VVD. ഞാനൊരു സലീബ് പറയും, നേരത്തെ സലീബ് പറഞ്ഞു. സേഫ് ഓപ്ഷൻ ആയിട്ട് സേഫ് ഓപ്ഷൻ ആണ്. ലിവർപൂളിന് വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് ഡെലിവർ ചെയ്യണ ഒരു പ്ലെയർ ആണ്. നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒരു നമ്മളെ റാമോസിന് ശേഷം റാമോസ് മറ്റേ മാൽദീനിയെ കഴിഞ്ഞിട്ട് ഒരു ലെവലിൽ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻഡർ ആണ് VVD. അതുകൂടാണ്ട് 5 ക്ലീൻ ഷീറ്റ്സ് ഉണ്ട് ലിവർപൂളിന് വേണ്ടി. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. സോ പിന്നെ 33 ബോൾ റിക്കവറി. 33 ബോൾ റിക്കവറി. 5 മാച്ചസ് കളിച്ചിട്ടുള്ളൂ. വാൻഡേ കളിച്ച 5 മാച്ച് ക്ലീൻ ഷീറ്റ് ആണ്. ഒരു കാര്യം വെച്ച് കളിച്ചില്ല. സോ VVD ഓക്കെ. വിർജിൽ വാൻ ഡൈക്ക്, ഇനിഗോ മാർട്ടിനസ്, ഗ്രിമാൽഡോ. ഇനി മിഡ്ഫീൽഡറിലോട്ട് പോവാ. നീ തുടങ്ങിക്കോ. ജൂഡ് ബെല്ലിംഗം. കാരണം ഞാൻ പറയട്ടെ ഒന്ന് സ്റ്റാറ്റ്സും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. പുള്ളിക്കാരന്റെ വർക്ക് റേറ്റ് വെച്ചിട്ട് ഇപ്പൊ ഒരു ടീമിന് വേണ്ടി കുറച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രൂസിന് പറ്റിയുള്ള ഒരു റിപ്ലേസ്മെന്റ് ആയിരിക്കും. മിഡ്ഫീൽഡ് ഒന്ന് കൺട്രോൾ ചെയ്യാ. ഒരിക്കലും ക്രൂസിന് പറ്റിയ റിപ്ലേസ്മെന്റ് അല്ല. ഇപ്പൊ ക്രൂസ് പോയതിനു ശേഷം അവിടെ ഒരു ഹോൾ ഉണ്ട്, അതൊരു ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആയിരിക്കില്ല എന്നാണ് എനിക്ക് റയൽ ഫാൻസിനോട് ക്രൂസിന്റെ റീപ്ലേസ്മെന്റ് ഒരിക്കലും പറയരുത്. അല്ല, റയൽ ഫാൻസിനോട് ക്രൂസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ബെല്ലിംഗ്ഹാം എന്ന് പറഞ്ഞതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബെല്ലിംഗ്ഹാം വേറെ പ്ലെയർ ആണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ബെല്ലിംഗ്ഹാം നീ പറഞ്ഞതുപോലെ വർക്ക് റേറ്റ് കൂടുതലുള്ള പ്ലെയർ ആയി പറഞ്ഞതുപോലെ ഡിഫെൻസീവിലെയും അറ്റാക്കിങ്ങിലെയും സഹായിക്കുന്ന ഒരു പ്ലെയർ. പക്ഷെ ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ മേക്കർ ആയിരുന്നു, പ്യുവർ പ്ലേ മേക്കർ ആയിരുന്നു. മറ്റേ ഇതല്ല ക്രൂഷ്യൽ പാസ്, അളന്നു കൊടുക്കുന്ന പാസ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അളന്നു പാസ് കൊടുക്കുന്ന അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു മോറലി ആൻഡ് ആ ഒരു ടീം സ്പിരിറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാന്നുള്ള ഒരു പ്ലെയർ എന്നുള്ള ഞാൻ ഒരിക്കലും അഗ്രി ചെയ്യൂല. എന്റെ ഒരു ഇതിൽ ഈ പറഞ്ഞതുപോലെ ബെല്ലിംഗ്ഹാമിന്റെ റീപ്ലേസ്മെന്റ് ആണ്. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്കോ. ഇത്രയും നാൾ ഇസ്കോ ഉണ്ടായില്ലേ, ഇസ്കോ ഒരു എംഎഫ് റോളില് ഉണ്ടായ സമയം പ്രൈമി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ആ ഒരു റോള് ബെല്ലിംഗ്ഹാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രൂസിന്റെ റോള് എന്താ പറയാ നികത്താനായിട്ട് ക്രൂസിനെ പോലെ ഇപ്പൊ എന്റെ ഒരു ഇതിൽ ഒരൊറ്റ പ്ലെയറെ കൊണ്ട് ആ ഒരു വിടവ് നികത്താൻ പറ്റില്ല. ഇപ്പോഴുള്ള മാർക്കറ്റ് റോഡ്രിക്കേ പറ്റുള്ളൂ. എനിക്കല്ലാണ്ട് വേറെ ആരും തോന്നണില്ല. നിനക്ക് വേറെ ആരും മൈൻഡിലോട്ട്? എനിക്ക് രണ്ടുപേരുടെ മെന്റാലിറ്റി സെയിം എന്ന് പറഞ്ഞാൽ അറിയോ, ഗവിയുടെ ബെല്ലിംഗത്തിന്റെ മെന്റാലിറ്റി. കാരണം മരിച്ച കളിക്കുന്നത് ടീമിന് ചത്തളിക്കുന്ന മെന്റാലിറ്റി രണ്ടുപേരും ഫീൽ ചെയ്തു. ഇനി അല്ല, നീ ബാക്കി പോയിന്റ് കൂടി അല്ല ഞാൻ പറഞ്ഞ സംഭവം വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ്. സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും നോക്കണ്ട. കാരണം മിഡ്ഫീൽഡില് സ്റ്റാറ്റ്സ് കഴിഞ്ഞ സീസൺ ഈ പറഞ്ഞ പോലെ ബെല്ലിംഗ്ഹാമിന് ഭയങ്കര സ്റ്റാറ്റ്സ് ആയതുകൊണ്ട് എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പൊ പിന്നെ ഫോമിലോട്ട് തിരിച്ചു വന്നു. കഴിഞ്ഞ 4 പക്ഷെ ഫോമിലല്ലെങ്കിലും വർക്ക് റേറ്റ് ഉണ്ട്, പണിയെടുക്കണ്ട്. സ്റ്റാറ്റ്സ് കിട്ടണില്ലെന്നുള്ളൂ. ഓക്കെ, ഗോൾ അടിക്കാനുള്ള അല്ലെങ്കിൽ അസിസ്റ്റ് കൊടുക്കണില്ലെന്നുള്ളൂ. ബാക്കി ടാക്കിളും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബെല്ലിംഗ്ഹാം ഓക്കെ. നിന്റെ എന്റെ വരട്ടടാ സ്റ്റിൽ 2024 തീരാണ്. സോ എന്റെ ബെസ്റ്റ് മിഡ്ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ ബാഴ്സയുടെ ഡിജോങ് ഉണ്ട്, ഫെർമിൻ ലോപ്പസ് ഉണ്ട്, പെഡ്രി ഉണ്ട്, ഗവി ഉണ്ട്. ഈ 4 പേർക്കും അറ്റടീമല്ല, ബട്ട് പരിക്ക് വന്ന സമയത്ത് ഒരു റീപ്ലേസ്മെന്റ് പോലെ ആ പ്ലെയറിന് പരിക്ക് തീരുമ്പോൾ തിരിച്ച് സബ്ബായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിന് വന്നൊരു പ്ലെയറാണ് മാർക്ക് കസാഡോ. വന്ന് കളിച്ചപ്പോ ഒരു എല്ലും തോലി ഇരിക്കുന്നത്. പക്ഷെ ബുസ്കറ്റ്സിന്റെ കളി കിഡിലൻ അസിസ്റ്റ് റിക്കവറി മിഡില് ഇപ്പൊ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ മിഡില് ഏറ്റവും കൂടുതൽ ബോൾ റിക്കവറി ഉള്ള മാർക്ക് കസാഡോക്കാണ്. പിന്നെ 2 അസിസ്റ്റും ഉണ്ട്. സോ എന്റെ ബെസ്റ്റ് മിഡില് വൺ ഓഫ് ദ പ്ലെയർ വിൽ ബി മാർക്ക് കസാഡോ. വെച്ച് നോക്കുമ്പോ ആരും പ്രതീക്ഷകൾ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഈ ഇത്രയും പ്ലേയേഴ്സിന് പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരിച്ച് സബ്ബായിട്ടിരിക്കുന്ന പ്ലെയർ ആണ്. ബട്ട് ഇപ്പോ മാർക്ക് കസാഡോനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ അത്രയും നൈസായിട്ടാണ് കളിക്കുന്നത്. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ നീ പറഞ്ഞ പോലെ ഡിയോങ് തിരിച്ചു വരുമ്പോ അതൊരു പ്രശ്നമാവൂലേ? കളിപ്പിക്കും. ഡിപ്പെൻസ് ഓൺ ഹാഫ് ടൈമിൽ മാറ്റി ഇറക്കുന്ന സ്കീം. നിങ്ങൾ കഴിഞ്ഞ തവണ റെയിലിൽ ഇറക്കിയില്ല, എത്ര മിഡ് ഉണ്ട്? 6-7 മിഡ് വെച്ച് കളിച്ചില്ല. അതുപോലെ
ഓക്കെ. എൻ്റെ ഇതിപ്പോ എനിക്ക് പറയില്ല, ആരെയും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗോളി കോർട്ടോനെയും പറയാൻ പറ്റില്ല, ഡിഫൻഡർ റോഡിഗറിനെയും പറയാൻ പറ്റില്ല, മിഡിലാണെങ്കിൽ പറഞ്ഞ പോലെ ബെല്ലിംഗ്ഹാമിനെയും പറയാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഇത്ര നേരം ചെറിയ ചെറിയ ടീമുകളെ കുറിച്ച് പറഞ്ഞിരുന്നത്. എൻ്റെ അടുത്ത മിഡ്ഫീൽഡർ ഈ പറഞ്ഞതുപോലെ വേർഡ്സ് ഒരു മിഡ്ഫീൽഡറാണ്, പക്ഷേ AMF ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് പറയാൻ പറ്റൂല. സോ എൻ്റെ CMF ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറി ടെലമെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ആസ്റ്റൺ വില്ലയുടെ മെയിൻ 2 കാരണങ്ങളും, ഒന്ന് മീമർലൻസ് ആണെങ്കിൽ 2 യൂറി ടെലമെൻസ് ആണ്. ടെലമെൻസ് ഈ സീസൺ 518 മിനിറ്റ് കളിച്ച് അതിൻ്റെ അകത്ത് 4 ക്ലീൻ ഷീറ്റ്, 2 അസിസ്റ്റ്, 1 ഗോള്, അതേപോലെ തന്നെ 21 ബോൾ റിക്കവറി, അതും പോരാണ്ട് 2 പ്ലെയർ ഓഫ് ദ മാച്ച്. ഒരു മിഡ്ഫീൽഡറിനെ സംബന്ധിച്ച്, ഒരു CDMനെ സംബന്ധിച്ച് എന്താ പറയുക, നമ്മൾ ഒരു റോഡറി കാറ്റഗറി എന്നൊക്കെ പറയുമല്ലേ, അങ്ങനത്തെ ഒരു സ്റ്റാർ സീസണാണ് ടെലമെൻസിന് ഈ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത്. ഏത് ബോക്സ് ആണെങ്കിലും എടുത്തുക്കോ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, ഏതെടുത്താലും ടെലമെൻസ് ഈ സീസൺ ചാമ്പ്യൻസ് ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി എല്ലാം ടിക്ക് ചെയ്യാനുണ്ട്. സോ എനിക്ക് യൂറി ടെലമെൻസ് ആണ് ബെസ്റ്റ് സീൻ. അടുത്തത് ഫോർവേഡ്. നീ എന്നോട് ഫോർവേഡ് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. റഫീനി ഉണ്ട്, ലെവൻഡോസ്കി ഉണ്ട്, ഡോർട്ട്മുണ്ടിൻ്റെ ഗുയിറാസി ഉണ്ട്, സല ഉണ്ട്, സാക്കി ഉണ്ട്, അതേപോലെ തന്നെ വിനീഷ്യസ് ഉണ്ട്. വിനീഷ്യസിൻ്റെ ഡിബേറ്റിൽ എടുത്തിട്ടാം, കാരണം 5 ഗോളും ഈ പറഞ്ഞ പോലെ അസിസ്റ്റും കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഈ സീസണിൽ ബെസ്റ്റ് ഫോർവേഡായിട്ട് തോന്നിയത് എന്താ പറയുക, ഒരു പറഞ്ഞിട്ട് കാര്യമില്ല, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം, റഫീനിയാണ്. അൺഡൗട്ടഡ്ലി ഈ പറഞ്ഞതുപോലെ ഈ സീസണിൽ ബെസ്റ്റ് ഫോർവേഡ് റഫീനിയാണ്. നീ പറഞ്ഞ പോലെ ഗോള്, അസിസ്റ്റ്, അതേപോലെ തന്നെ ആ ക്യാപ്റ്റൻഷിപ്പ് മെൻറ്റാലിറ്റി, കളിക്കുമ്പോഴുള്ള സ്റ്റാറ്റ്സ് വിട്, കളി കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ റഫീനിയാണ് ബാഴ്സേനെ കൊണ്ടുപോകുന്നത്. സോ അൺഡൗട്ടഡ്ലി ബെസ്റ്റ് ഫോർവേഡ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ റഫീനിയാണ്. ഇനി നിനക്കൊന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി ബെസ്റ്റ് പ്ലെയർ ഞാൻ പറഞ്ഞ റഫീനിയാണ്. ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് എൻ്റെ ഫോർവേഡും. റഫീനിയ 6 ഗോള് 3 അസിസ്റ്റ്, മെൻറ്റാലിറ്റി, റീപ്ലേസ് ചെയ്യാനിരുന്ന പ്ലെയർ ഇത്രയും ടോപ്പായിട്ട് കളിക്കണം. സോ വലിച്ചു നീട്ടുള്ള റഫീനിയ തന്നെ. ഞാനും മോസലാണ് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് പ്ലെയർ. അപ്പോൾ മോസല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഗോയ്ക്കറസ്. എല്ലാവരും കൂടാ ഗോയ്ക്കറസ് ഞാൻ പറയുള്ളൂ. അപ്പം അത്യാവശ്യം അണ്ടർഡോഗ്സ് ആയിട്ട് വന്നാണ്. അത്യാവശ്യം സിറ്റിക്കെതിരെ ഹാട്രിക് അടിച്ച്. വിക്ടർ ഗോയ്ക്കറസിനെ കുറിച്ച് ഈ സീസണിൽ പറയാനാണെങ്കിൽ സിറ്റിക്കെതിരെ ഹാട്രിക് അടിച്ച്, അത് വലിയ സംഭവമല്ല. ഈ സീസൺ എല്ലാവരും മഞ്ഞവരും അടിച്ചപ്പോ സംഭവമായിരുന്നു, സംഭവമല്ല. എല്ലാവരും മഞ്ഞവരും പോണവർ അടിക്കുന്നുണ്ട്. സംഭവം റൂബൻ അമോറത്തിന്റെ കീഴിൽ വിക്ടർ ഗോയ്ക്കറസിനെ ഒരു മോൺസ്റ്റർ ആയിട്ട് തന്നെ ട്രാൻസ്ഫോർം ചെയ്തെടുത്ത്. ഹാളൻഡ് വന്നപ്പോൾ ഒരു ബിൽഡപ്പ് ഉണ്ടായില്ല, അതേപോലെ ഒരു ബിൽഡപ്പ് ഇപ്പോൾ വിക്ടർ ഗോയ്ക്കറസിനുണ്ട്. അടുത്ത സീസൺ വലിയ ഏതോ ടീമിലോട്ട് പോകുന്നു പറയാനുണ്ട്. സിറ്റി നോക്കുന്നുണ്ട്, യുണൈറ്റഡ് നോക്കുന്നുണ്ട്, ആഴ്സണൽ നോക്കുന്നുണ്ട്, പല പ്രീമിയർ ലീഗ് ക്ലബ്സും നോക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നുള്ളത് കണ്ടറിയാം. പക്ഷെ ഇപ്പൊ ഫോം ഔട്ടായി, കോച്ച് മാറി. പിന്നെ പക്ഷെ എന്നാൽ പോലും പുള്ളിക്കാരൻ്റെ മാൻ ഓഫ് ദ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വേർഡ്സിന് 4 മാൻ ഓഫ് ദ മാച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 3 മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ പ്ലെയർ ഉണ്ടെങ്കിൽ ഗോയ്ക്കറസ് ആണ്. സ്പോർട്ടിംഗ് പോലൊരു ടീമിൽ നിന്ന് വന്നിട്ട് 3 മാൻ ഓഫ് ദ മാച്ച് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. സോ ഓക്കെ. ഇനിയപ്പോ മിഡായി, ഡിഫൻഡറായി, CB-ആയി, ബെസ്റ്റ് പ്ലെയർ എല്ലാമായി. ഇനി ഓരോരുത്തരുടെയും പ്രിഫറബിളി വലിച്ചു നീട്ടാണ്ട് സ്റ്റാർട്ടിംഗ് 11 2024 ഈ കൊല്ലം തീരണ വരെയുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ സ്റ്റാർട്ടിംഗ് 11 3-4-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായ സലീബ, വാൻഡൈക്ക്, റൂഡിഗർ, കസാഡോ, ഗ്രീൻബർഗ്, ബെല്ലിംഗം, റിച്ച്, പിന്നെ വിനീഷ്യസ്, ഗോയ്ക്കറസ്, മോസല. വിനീഷ്യസ് ഉണ്ട്. എന്റെ 3-4-3 ആണ് ഞാൻ പറയുന്നത്. ഗോൾ കീപ്പർ പറയാം. എൻ്റെ 3-4-3 ആണ് ഫോർമേഷൻ. എൻ്റെ ഗോളി എമി മാർട്ടിനസ്, 2 CB, ഇനീഗോ മാർട്ടിനസ്, VVD, വാൻഡേക്ക്, പിന്നെ അടുത്ത CBയും വില്യം സലീബ. പിന്നെ റൈറ്റ് മിഡാണ് ഞാൻ ജോസ് കുണ്ടേനെ ഇട്ടേക്കുന്നത്. കുണ്ടെ, പിന്നെ കസാഡോ, പിന്നെ ഫെർമിൻ ലോപ്പസ് ഉണ്ട്, 3 അസിസ്റ്റ് ഉണ്ട്. സോ ഫെർമിൻ ലോപ്പസ്. പിന്നെ സ്റ്റാറ്റ്സിൽ ഇല്ലാത്ത നേരത്തെ പറഞ്ഞ ആളാണ് ബെല്ലിംഗത്തിന് ഇട്ടിട്ടുണ്ട്. റൈറ്റ് വിങ് യമാൽ, ഫോർവേഡ് ലെവൻഡോസ്കി, ലെഫ്റ്റ് വിങ് റഫീനിയ. പിന്നെ ബാഴ്സലോണ ടീം പറഞ്ഞാൽ പോരെ. ഫോം നോക്ക്, 7 ഗോള് 6 അസിസ്റ്റ് ഇപ്പറ. സോ
ദാറ്റ്സ് മൈ ബെസ്റ്റ് 11. ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ എന്റെ ചങ്ക് പൊട്ടുകയാണ് ഗൈസ്, ഒരാളെ പോലും പറയാണ്ടിരിക്കാൻ. പക്ഷെ എന്റെ ഇതുവരെയുള്ള ടീം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്ലാസിക്കൽ ഫോർമേഷനിലാണ് പോകണം, 4-3-3. ഗോളി മൈക്ക് മൈഗ്നാൻ, CB എടുത്തു കഴിഞ്ഞാൽ ഇനിഗോ മാർട്ടീനസ്, വിർജിൽ വാൻ ഡൈക്ക്, LB ഗ്രിമാൽഡോ, RB ഹക്കീമി, CM എടുത്തു കഴിഞ്ഞാൽ ടെലമെൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹക്കാൻ ചാങ്ങനഹോലു ഇന്റർ മിലാൻ്റെ. AMF എടുത്തു കഴിഞ്ഞാൽ ഫ്ലോറൻ വേർഡ്സ്. ഫോർവേഡ് എടുത്തു കഴിഞ്ഞാൽ വിനീഷ്യസിനെ പറയണമെന്നുണ്ട്, പക്ഷെ റഫീനിയനെ പറയാണ്ടിരിക്കാൻ പറ്റൂല. റഫീനിയ, ഗ്രീസ്മാൻ, അതേപോലെ തന്നെ സാക്ക. സോ ദീസ് വുഡ് ബി അവർ ഫോർമേഷൻസ്. ഈ 3 ഫോർമേഷൻ ഏതാ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇനി നിങ്ങൾക്ക് വേറെ പറയുകയാണെങ്കിൽ അതും കമന്റ് ചെയ്തിട്ടു, ആർക്കൊരു പരാതിയില്ല. ഇതിലിപ്പോ ഡയറക്റ്റ് 8 ടീമുകളെ സെലക്ട് ആയിരിക്കുന്നത്. ഈ 8 ടീമില് ഒരു 2 ടീമിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഹൂ വിൽ ബി ദ വിന്നർ? അതായത് 2 ടീം പറയാം, അതായത് ഒന്നല്ലെങ്കിൽ ലിവർപൂൾ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്താ പറയാ അല്ല, ഈ 8 ഫൈനൽ കപ്പടിക്കും എന്നുള്ളതാണ് നീ പറയണത്. ഒരു ടീം ഗസ് ചെയ്യേണ്ട, 2 ടീം ഗസ് ചെയ്യാന്നുള്ളത്. ഒന്നല്ലെങ്കിൽ ബാഴ്സ അടിക്കും എന്ന് പറയാം, ഫൈനലിസ്റ്റിനെ പ്രഡിക്ട് ചെയ്യാൻ 2 ടീം പ്രഡിക്ട് ചെയ്യാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് ടീമിനെ പ്രഡിക്ട് ചെയ്യും? അങ്ങനെ നീ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇപ്പത്തെ ടേബിൾ വെച്ച് ഞാൻ ഒരിക്കലും പറയൂല. കാരണം എന്താ പറയാ, ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ കംബാക്കിങ്സിന്റെ ഒരു സംഭവമാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ പര്യായം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ആണ്. ചാമ്പ്യൻസ് ലീഗ് എന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് ആണ്. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ടീം, ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് അവാർഡ്സ് എന്തും ആയിക്കോട്ടെ, അതിനൊറ്റ ടീമുള്ള അതിന് ഉത്തരം റയൽ മാഡ്രിഡ്. ഞങ്ങൾ ടേബിളിൽ ഇപ്പോൾ 20ാമത് കിടക്കണമെന്നും പറഞ്ഞ്, ചിലവര് 2ാമത് 1ാമത് കിടക്കണമെന്നും പറഞ്ഞ്, ഒരു വിധത്തിൽ നീ ഇപ്പൊ പറഞ്ഞ് ടോപ്പ് 8 എന്നുള്ള 2 ടീമുകളെ പറയാനായിട്ട് അംഗീകരിച്ച് തരൂല. കാരണം ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അത്രയും എത്തൂല. റയൽ മാഡ്രിഡ് ഇപ്പൊ ടേബിളിൽ 20ാമത് കിടക്കണമെങ്കിൽ പോലും ആഞ്ചലോട്ടി പറഞ്ഞൊരു കേസ് ഉണ്ട്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, റയൽ മാഡ്രിഡ് ഫൈനലിൽ മ്യൂണിക്കിൽ ഉണ്ടാവും. 3 ട്രോഫി അടുപ്പിച്ചടിക്കാന്നുണ്ടെങ്കിൽ 2ാമത് ഒന്നും കൂടി അടിക്കാൻ ഞങ്ങളെ പറ്റും. അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഏത് ടീം അപ്പുറത്ത് തന്നെ പറഞ്ഞൂടാ, ഇപ്പുറത്തെ റയൽ മാഡ്രിഡ് ഉണ്ടാവും. എന്നാ നീ മാത്രം ടോപ്പ് 36 എന്ന് പറഞ്ഞു. 2 ടീമൊക്കെ കുഴപ്പമില്ല, റയലിലും പറയാം. ഞാൻ പറയാം, ലിവർപൂളും റയൽ മാഡ്രിഡ് ഫൈനലിൽ, റയൽ മാഡ്രിഡ് ലീഗ്. ഓക്കെ, ആഷിക്ക് ബാഴ്സയും ആഴ്സണലും 2 ഫൈനൽ ഒരു തല പറഞ്ഞു. 2 ഒരു ടീം, 2 ടീമും വരൂല. കാരണം പ്രഷർ സിറ്റുവേഷനിൽ ഇവർ എന്തോരം കളിക്കും എന്നുള്ളത് സീസൺ പോണോടത്തോളം. സംഭവം 2 ബോട്ടിലേഴ്സ് ആണ്. ലാലിഗ ടേബിൾ എടുക്കും, ബാഴ്സക്ക് വേണമെങ്കിൽ 15 പോയിന്റ് ലീഡിൽ പോയിരുന്ന റയലിന്റെ എന്തോരം കളി ബോട്ടിൽ ചെയ്ത് അല്ല ക്ലാസിക്കോടെ വിജയത്തിന് ശേഷം നിങ്ങൾ ഉയരങ്ങളിൽ നിൽക്കണിരുന്നില്ലേ? എത്ര കളിതിന് ശേഷം തോറ്റ് എന്തേ ഓഫ് സൈഡ് ട്രാപ്പ് വർക്ക് ചെയ്യാനുണ്ടായില്ലേ, ക്രൈഫ് ട്രാപ്പ് വർക്ക് ചെയ്യാനുണ്ടായില്ലേ? ഇപ്പോഴും വർക്കിംഗ് ആണ്, ഇപ്പോഴും വർക്കിംഗ് ആണ്. അതാ പറഞ്ഞ, അപ്പൊ നിങ്ങൾ ബോട്ടിലല്ലേ ചെയ്തോണ്ടിരിക്കണേ. എത്ര പോയിന്റ് അടിച്ച് കയറായിരുന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കി ഒരു കാര്യമുള്ള റയൽ ജയിച്ചു കഴിഞ്ഞാൽ ലാലിഗയിൽ ഫസ്റ്റ് റയലാണ്. ഒരു കാര്യം ഉണ്ടല്ലോ എനിക്ക് ചോദിക്കണ്ട. നല്ല ചോദ്യം, അടുത്ത ചോദ്യം. ഇല്ല, വേണമെങ്കിൽ ഇപ്പോഴേ വേറൊരു സംഭവം പ്രഡിക്റ്റ് ചെയ്യാം. ടോപ്പ് സെമി ഫൈനലിസ്റ്റോ, സെമി ഫൈനലിൽ പോകാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള 4 ടീം ഏതൊക്കെ ആയിരിക്കും? എന്റെ ചോദിച്ചാൽ ഞാൻ പറയട്ടെന്നാ. റയൽ ഉണ്ടാവും, ലിവർപൂൾ ഉണ്ടാവും, ഇന്റർ മിലാൻ ഉണ്ടാവും, ലെവർകൂസൻ ഉണ്ടാവും. ബാഴ്സ, ആഴ്സണല്, ലിവർപൂള്, ഇന്റർ. ലിവർപൂള്, ആർസണല്, ബാർസലോണ, റയൽ മാഡ്രിഡ്. നീ ചെൽസി പറയാത്ത? ചാമ്പ്യൻസ് ലീഗ് ഇല്ലേ? സോറിയാടാ. അയ്യോ, ആ പാവങ്ങളില്ലല്ലോ ഇതിന്റെ. അയ്യോ എന്റെ പൊന്നെ. എനിവേസ്, അപ്പോ നമുക്ക് ഇത് പറഞ്ഞു. ഇനി നമ്മ ഇത്ര നേരം ബെസ്റ്റ് എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഇനി ബാഡിലോട്ട് പോവാ. ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആഷിക്ക് പറഞ്ഞ പോലെ ടോപ്പ് 8 നമുക്ക് ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്ന സമയം ടോപ്പ് 8 നമ്മൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി ഇപ്പൊ എത്ര ഹേറ്റർ ആണെങ്കിലും എല്ലാവരും പറയണ 2 ഉത്തരങ്ങൾ ഉണ്ടാവും. സിറ്റി റയൽ നീ പറയൂലേ? ആരാണെങ്കിലും പറയും ആ ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 8 എടുത്ത് കഴിഞ്ഞാൽ അതിൽ സിറ്റി റയൽ ഉണ്ടാവുന്നു. പക്ഷെ ആ 2 ടീമും 20ഉം 22ാം സ്ഥാനത്താണ് കിടക്കണം. ഏറ്റവും ബെസ്റ്റ് ബെഞ്ച് എന്താ പറയുക സ്കോഡുള്ള 2 ടീം എടുത്തു കഴിഞ്ഞാൽ ഈ സീസൺ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ 2 പേരും 20-22 കിടക്കണം. വേറൊരു ടീമുണ്ട് അത്ര ഡിസപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സീസൺ എന്താ പറയാ റെലിഗേഷൻ ഈ കിടക്കുന്നതാണ്. സുൽത്താൻ പോയ സുൽത്താന്റെ PSG. പക്ഷെ വ്യത്യാസമുണ്ട് റയലിനും PSG കമ്പയർ ചെയ്യുമ്പോൾ. അതുണ്ട്, ഇല്ല എന്ന് പറയാനില്ല. കാരണം PSG അത്ര വലിയ എംപ്ലോയ് ഇതൊന്നും ഇല്ല. റയലിന് ചാമ്പ്യൻസ് ലീഗ് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ആണ്. അങ്ങനെയുള്ള റയല് ഇത്രക്കും മോശമായിട്ട്, പക്ഷെ റയലിന്റെ ഫിക്സർ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ഫിക്സേഴ്സാണ് കിട്ടിയേക്കണം. മിലാൻ, ഡോട്ട്മുണ്ട്,
അറ്റലാന്റ ഈ പറഞ്ഞ പോലെ. പക്ഷേ അതൊന്നും ഒരു കാരണങ്ങളായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ 5 കളി ഇത് 3 കളിയൊക്കെ തോക്കാന്ന് പറഞ്ഞാൽ റയലിനെ സംബന്ധിച്ച് അതും റൊണാൾഡോ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ ലോകം കീഴടക്കും എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പൊ 3 കളി തോറ്റിക്കുന്നത്. എനിക്ക് ഇതിന്ന് ഒറ്റ കേസ് പറയാനുള്ളൂ. ഇപ്പോൾ റയലിൽ ഇപ്പൊ ടേബിളിൽ റയൽ മാഡ്രിഡ് എടുത്തു കഴിഞ്ഞാൽ 20ാം സ്ഥാനത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പലരും പല രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ സീസൺ പോണോടത്തോളം നിങ്ങളുടെ ടീം എവിടെയായിരിക്കും, റയൽ മാഡ്രിഡ് എവിടെയായിരിക്കും എന്ന് നിങ്ങൾ കണ്ടറിയണം. ഒന്ന്, കഴിഞ്ഞ കളി അറ്റ്ലാന്റയായിട്ട് റയലിന്റെ മെയിൻ 3 പ്ലേയേഴ്സും സ്കോറിംഗ് ചാർട്ടിലുണ്ടായി. വിനീഷ്യസ്, എംബാപ്പെ, ബെല്ലിംഗഹാം. ഈ 3 പേരും തിരിച്ച് ഫോമിലോട്ട് വന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ടീം എവിടെയായിരിക്കും, നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്? ചിന്തിച്ച് നോക്കിയാ ഇപ്പോഴേ വിഷമിക്കേണ്ട. ഇപ്പോഴേ ചിന്തിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. 2 ഉത്തരവുള്ളൂ. ഇത് തന്നെയാണ് എൽ ക്ലാസിക്കോ മുമ്പ് പറഞ്ഞത്. AC മിലാനിന് മുമ്പ് തന്നെയാ പറഞ്ഞത്. ലിവർപൂളിന് മുമ്പ്. പക്ഷെ വിനീഷ്യസ് ഉണ്ടായില്ലടാ. വീഡിയോയില് പറയുന്നുണ്ട് ആര് ചത്താലും കിടന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കിട്ടിയിട്ട് പറയും ടോണി ക്രൂസ് ഉണ്ടായില്ല, നല്ലൊരു വിടവാർന്നു. വിനീഷ്യസ് ഉണ്ടായില്ല, നല്ലൊരു വിടവാർന്നു. സീസൺ കഴിയട്ടെ. സീസൺ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരം റയൽ മാഡ്രിഡ് ട്രോഫി കാണിച്ചുകൊണ്ട് സീസൺ കഴിയുമ്പോ ആര് ബസ്കറ്റ് അടിക്കുന്നു കാണാം. ഒരുത്തൻ കമന്റ് അടിച്ചിട്ടുണ്ടായി ഞാൻ തന്നെ ബസ്കറ്റ് അടിക്കുന്നു. അവൻ നോക്കി വെച്ചോ ആരാ ബസ്കറ്റ് അടിക്കണെന്ന്. വെറുതെ ഓർത്താ ബസ്കറ്റ് അടിക്കുന്നത് കാണാം. സോ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലി ടീം സത്യം പറഞ്ഞാൽ ഡിസപ്പോയിന്റ്മെന്റ് PSG തന്നെയാണ്. കുറെ ലൂയിസ് എൻട്രിക്ക കോച്ചാണ്, കുറെ പിള്ളേരെ കൊണ്ടുവന്ന്, പക്ഷെ ഒന്നും നടക്കണല്ലോ. അതില്ല എടാ, എന്നാ പോലും PSG ഒരു സ്കോഡ് വെച്ചൊരു ടോപ്പ് 22 എന്നൊക്കെ പറഞ്ഞ സമയത്ത് കത്തിക്കണ PSG എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ സർപ്രൈസ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ടീംസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ബ്രസ്റ്റ്, ലില്ലി റയലിനെ പൊട്ടിച്ച ടീമാണ്. ഇപ്പൊ ആസ്റ്റൺ വില്ല നമ്മ ആരെങ്കിലും പ്രതീക്ഷിച്ച ടോപ്പ് 8 ഉണ്ടാവും ഈ 3 ടീമും. ഇന്റർ ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടീമാണ്. ലെവർകൂസൻ കഴിഞ്ഞ സീസൺ ആ ഫോമിലുള്ളതാണ്. ബാഴ്സലോണ ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും ആഴ്സണലും നല്ല ടീമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ലില്ലി, ബ്രസ്റ്റ്, ആസ്റ്റൺ വില്ല ഇത് ആരെങ്കിലും പ്രതീക്ഷിച്ച? ഇവര് എന്താ പറയാ ഔട്ട് പെർഫോം അല്ലേ ചെയ്യണേ. ഫസ്റ്റും സെക്കൻഡും ഒഴികെ 3 മുതൽ 7 വരെ ഒരു കളിയിൽ തോറ്റിട്ടുണ്ട്. പക്ഷെ ലില്ലി തോറ്റിട്ടില്ല ഒറ്റ കളി. സോ എന്താ പറയാ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ പിന്നെയും പറയാണ് 2024 സീസൺ മാത്രമേ വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 2025 പുതിയ ഫോർമാറ്റ് ആണ്, നമുക്കറിയില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ചാമ്പ്യൻസ് ലീഗ് നടക്കാണ്. വേറെ സംഭവം ഫോർമാറ്റ് പറഞ്ഞപ്പോഴാണ് പുതിയ ഫോർമാറ്റ് ആയ കൂടുതൽ കളികൾ ഒരു ടീമിൽ കളിക്കേണ്ടി വരും. സോ ഇപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ച അല്ലെങ്കിൽ മെസ്സി അടിച്ച റെക്കോർഡ്സ് ഒക്കെ കാരണം ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ബാക്കിയുള്ള ഒരു ഇത്ര മാച്ചസ് നിന്നാണ് ഇത്ര ഗോളാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഇട്ട്. ഇപ്പൊ ഒബിയസ്ലി പറഞ്ഞ പോലെ ലീഗ് പോലെ കളിക്കല്ലേ എടാ. ഇപ്പൊ നീ നോക്ക്, എംബാപ്പെ ഇപ്പൊ തന്നെ 50 ഗോളായി, ഹാളൻഡ് അത്യാവശ്യം നല്ല ഗോൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവര് വിചാരിച്ചാൽ ഇവരൊരു 5-6 കൊല്ലം കൂടി കളിച്ചു കഴിഞ്ഞാൽ ഒരു സീസണിൽ 15-20 ഗോൾ വെച്ചടിച്ച് ഇവർക്കാണെങ്കിൽ എത്തിക്കൂടെ? പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ മെസ്സിക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായി. അവരെത്ര തവണ കളിച്ചാലും ഗോള് എന്താ പറയുക, ടീം എത്ര മോശമാണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതേപോലെ ഈ പറഞ്ഞ എംബാപ്പയ്ക്ക് ഹാളൻഡിന് എന്തോരം പോകാൻ പറ്റുമോ നോക്കണം. ഓരോരുത്തർക്ക് ഓരോ പ്രൈമേജ് ഉണ്ട്. ക്രിസ്ത്യാനോ മെസ്സി എന്ന് പറഞ്ഞാൽ 30 കഴിഞ്ഞിട്ടും അവർ അതേ പ്രൈമേജ് തന്നെ കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനോ 30 വയസ്സ് കഴിഞ്ഞിട്ടാ ഗോൾ അടിച്ചേക്കണം. ഹാളൻഡ് ഈ ചെറുപ്പത്തിൽ ഇത്ര അടിക്കാനുണ്ട്. 2 കരിയർ ഉള്ള പോലെയാണ്. പിന്നെ ഹാളൻഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബിഗ് ടീമായിട്ട് കളിക്കുമ്പോൾ ഹാളൻഡിനെ കാണുന്നുണ്ട് ആരെങ്കിലും? എവിടെയും കാണുന്നില്ല. എംബാപ്പെ ആണെങ്കിൽ പോലും റൈലി വരുമ്പോൾ എല്ലാവരും മല മുറിക്കുമെന്ന് വിചാരിച്ച് ഫോം ഔട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ഒറ്റ കേസ് മനസ്സിലാവുള്ളൂ, ക്രിസ്ത്യാനോ മെസ്സി അവിടെ ആരെയും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ ഗോൾ റെക്കോർഡ് പോയാലും അസിസ്റ്റ് റെക്കോർഡ് പോയാലും അസിസ്റ്റന്റ് കേസ് പറഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനോയുടെ മെസ്സിയുടെ ഒപ്പം നിൽക്കണ വേറൊരു പ്ലെയർ ഉണ്ട്, ഡിമറിയ. ആരും പറയണില്ല. ഡിമറിയ എപ്പോഴും ബെൻഫിക്കയ്ക്ക് വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് കളിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് 2024 ഈ വർഷത്തെ ഇതുവരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് എല്ലാം ഉറപ്പായില്ലേ, എല്ലാ സ്റ്റാറ്റ്സും പറഞ്ഞു. ഇനി 2025 എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റയലിന് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഊക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്കുള്ള മറുപടി തിരിച്ചു തരാം. ഞങ്ങളൊന്നും പറയാനും നിക്കള 5 കളി ജയിച്ചായിരുന്നു. ചെൽസി എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത സീസൺ, അടുത്ത കൊല്ലം, അടുത്ത സീസൺ. ഓക്കെ ബൈ.